അസ്സലാമലൈക്കും. മാട്ടുമൻ മഹൽ കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിൽ പാടാൻ എനിക്കൊരവസരം കിട്ടിയതിനും ഈ ഗ്രൂപ്പിൻ്റെ പേർക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ പേർക്കും ഞാൻ ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ആകെപ്പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനയ്ക്കനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായങ്ങ് നേർവഴി കാട്ടിയ മക്കത്തുദിച്ച ഹബീബുള്ള മങ്കകൾക്കുത്തമിയാമീന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ് ആകെപ്പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനയ്ക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായങ്ങ് നേർവഴി കാട്ടിയ മക്കത്തുദിച്ച ഹബീബുള്ള മങ്കകൾക്കുത്തമിയാമീന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സ്വർഗ്ഗയിൽ പ്രവേശിച്ച് സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തല വെച്ച് അന്ത്യപ്രവാചകർ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് സിദ്ദീഖൊരു പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, പോതും പഴുതുമടയ്ക്കുന്നു. പഴുതൊന്നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല, പാദവിരൽ കൊണ്ട് മാറ്റുന്നു. മുത്ത് റസൂലുള്ള സുഖമായുറങ്ങുന്നു, മുഖം കണ്ട് സിദ്ദീഖോർ സന്തുഷ്ടനാകുന്നു. മൂർഖൻ പാമ്പൊന്നോടൻ കാലിൽ കടിക്കുന്നു, മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല സിദ്ദീഖോരെ, വേദന മാറുന്നില്ല. പൊട്ടിയൊഴുകിയ കണ്ണുനീർ തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിൻ്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് നെറ്റിയുണർന്നങ്ങ് നോക്കുന്നേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു, എന്ത് പിണങ്ങുന്ന ചൊല്ലുവിൻ പെട്ടെന്ന്. എൻ്റെ മനാദാരിൽ വേദന തിങ്ങുന്നു, എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമിനീർ പുരട്ടി നബി സിദ്ദീഖിൻ്റെ ഉഗ്രവിഷമിറക്കി. ആകെപ്പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനയ്ക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായങ്ങ് നേർവഴി കാട്ടിയ മക്കത്തുദിച്ച ഹബീബുള്ള മങ്കകൾക്കുത്തമിയാമീന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്